ആകാശവാണി കവർത്ത് നിലയത്തിന്റെ ഗ്രീൻ ക്യൂസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ തേജാലക്ഷ്മി. ഫുൾ നെയിം വിളിക്കണോ? എങ്ങനെ ലക്ഷ്മി എന്ന് വിളിച്ചാൽ മതിയോ? എന്നെ വീട്ടിൽ നിന്ന് തേജു എന്നാ വിളിക്കല്. ഓക്കെ, അപ്പൊ വീട്ടിൽ നിന്ന് തേജു എന്നാണ് വിളിക്കുന്നത് അല്ലേ? ആ, അപ്പൊ ഞാനും അങ്ങനെ വിളിക്കാം, തേജു എന്ന് വിളിക്കാം. ഓക്കെ. ഓക്കെ, തേജു ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇപ്പൊ 7 ഇനി 8 ഓക്കെ, ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ എന്റെ അമ്മേടെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത് ഇപ്പൊ. അമ്മയുടെ വീടെന്ന് പറയുമ്പോ എവിടെയായിട്ട് വരും? കണ്ണൂരിലെ മട്ടന്നൂരിനടുത്തുള്ള മാലൂരില്. കണ്ണൂരാണ്. ആ, അതിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞാലൊന്നും എനിക്കൊന്നും അറിയില്ല. ആ, ഓക്കെ, അപ്പൊ കണ്ണൂരെന്ന് പറയാല്ലേ? ആ, കണ്ണൂരിന്ന് തേജു ആണ് വിളിക്കുന്നത്. ഇപ്പൊ 8ാം ക്ലാസ്സിലേക്കാണല്ലേ? ആ. ഓക്കെ, നമ്മുടെ പരിപാടി എങ്ങനെ അറിയാം? തേജു ഇവിടെ കവർത്ത് നിലയത്തിന്റെ പരിപാടിയിലൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. മേമ അയച്ചു തരും പരിപാടി. മേമ എന്ന് പറയുമ്പോ? അമ്മയുടെ മേമയാ, ഞാനും മേമാന്നാ വിളിക്കല്. അമ്മയുടെ മേമയാണ്. മേമ എന്ന് പറയുമ്പോ ശരിക്കും ബന്ധം എന്താ? അമ്മയുടെ ആരായിട്ട് വരും? അമ്മയുടെ അനിയത്തി. അമ്മയുടെ അനിയത്തി, വല്യമ്മയുടെ അനിയത്തി അല്ലേ? അല്ല, അമ്മേന്റെ അനിയത്തി. തേജുവിന്റെ അമ്മയുടെ അനിയത്തിയാണോ അല്ല തേജുവിന്റെ അമ്മയുടെ അനിയത്തിയാണോ? എന്റെ അമ്മേന്റെ അനിയത്തി. തേജുവിന്റെ അമ്മയുടെ അനിയത്തി, അതായത് വല്യമ്മയുടെ അനിയത്തി. ആ, ആ, അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ മേമ വഴിയാണ് തേജുവിന് അറിയുന്നത് അല്ലേ? ആ. മേമ അയച്ചിരുന്നെല്ലാം കേൾക്കലുണ്ട്. ആ, എങ്ങനെ വാട്സപ്പിൽ അയച്ചു തരുമോ? ആ. അപ്പൊ നമ്മുടെ ഗ്രീൻ ക്യൂസ് എന്ന പരിപാടി നേരത്തെ കേട്ടിരുന്നോ? ആ. ഓക്കെ, എങ്ങനെയാ സ്കൂളിൽ എങ്ങനെയാ ക്യൂസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാറുള്ള ആളാണോ? ആ, പങ്കെടുക്കാറുണ്ട്. പ്രൈസ് ഒക്കെ വാങ്ങിയായിരുന്നോ? ആ. തേജുവിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. നമുക്ക് ആദ്യം കുറച്ച് ചോദ്യങ്ങളാവാല്ലേ? ആ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് നല്ലൊരു എളുപ്പമുള്ള ഒരു ചോദ്യം ആവട്ടെ അല്ലേ ആദ്യം തന്നെ? ആ. ഓറഞ്ചിൽ കൂടുതലായുള്ള വിറ്റാമിൻ ഏതാണ്? ഇംഗ്ലീഷിൽ വേണോ ചോദ്യം? ആ, വേണ്ട, മലയാളത്തിൽ മതി. ഏത് വൈറ്റമിൻ? വൈറ്റമിൻ സി ശരിയായിട്ടുള്ള ഉത്തരമാണ്. വെരി ഗുഡ്. വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണ് ഓറഞ്ച് അല്ലേ? ഒരു ഇടത്തരം ഓറഞ്ചിൽ ഒരാൾക്ക് പ്രതിദിനം ആവശ്യമായ വിറ്റാമിൻ സിയുടെ 100% ലഭിക്കുമെന്നാണ് കണക്ക് പറയുന്നത്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുപാട് നമ്മളെ സഹായിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ഏത് ഭാഷയിൽ നിന്നാണ് സുനാമി എന്ന വാക്ക് വന്നത്? സുനാമി എന്ന വാക്ക് വന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? അതിന് വേണമെങ്കിൽ ഒരു ക്ലൂ തരട്ടെ. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം, രാജ്യമാണ്. ജപ്പാനാണോ? അതെ, ജപ്പാനാണ്. എന്താ സംശയിച്ചു പറഞ്ഞേ? അല്ല, അറിയില്ല, ഞാൻ ഒരു ഊഹം വെച്ച് പറഞ്ഞതാ. ശരിയാണ്. അല്ല, അടുത്ത ആരെങ്കിലും ഉണ്ടോ തേജു? ആ, മേമയുണ്ട്. മേമയോടൊന്നും ചോദിക്കണ്ട കേട്ടോ. ആ, അപ്പൊ തേജുവിന് അറിയുന്ന ആൻസർ പറഞ്ഞാൽ മതി. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ. നമുക്ക് 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശരിയായിട്ട് കിട്ടിയാൽ മതി. തേജുവിന് സമ്മാനം കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു സുനാമി എന്ന വാക്ക് വന്നത് ജാപ്പനീസ് വാക്കായിട്ടുള്ള സു എന്നും നാമി എന്നും ചേർന്നിട്ടാണ് സുനാമി എന്ന വാക്കുണ്ടായത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തുറമുഖ തിരമാല അല്ലെങ്കിൽ ഹാർബർ വേവ് എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ അവസാനമായിട്ട് സുനാമി വന്നത്, വലിയൊരു സുനാമി വന്നത് ഏത് വർഷമാണെന്നുള്ളത് അറിയോ തേജുന്? ഇല്ല. 2004 ഡിസംബർ 26 കേട്ടോ. വളരെയധികം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സുനാമി ആയിരുന്നു 2004 ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ മേമ വഴിയാണ് ആകാശവാണി കവർത്ത് നിലയത്തിന്റെ പരിപാടികൾ നിങ്ങളിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. മേമ എങ്ങനെയാ കേൾക്കാറ്? മേമ ഫോണിൽ കൂടി റെക്കോർഡ് ചെയ്ത പരിപാടികളാണോ കേൾക്കുന്നത്? മേമയുടെ പേരെന്തെന്നാ? കാർത്തിക. ഓ, നമ്മുടെ പാട്ട് ഫെട്ടിയിലേക്കൊക്കെ വിളിക്കാറുള്ള കാർത്തികയാണോ? അതെ. ഓക്കെ, അപ്പൊ കാർത്തിക പറഞ്ഞിട്ടാണ് തേജു ഇപ്പൊ വിളിക്കുന്നത് അല്ലേ? ഇപ്പൊ കാർത്തികേച്ചി പിന്നെ സുനില കരുവാരൊക്കെ ഉണ്ട്. ഇവര് കുറെ പേരുണ്ട് നമ്മുടെ പാട്ടുപെട്ടിയിലേക്ക് വിളിക്കുന്നവര്. നമ്മുടെ സ്ഥിരം കോളേഴ്സ് ആണ്. നമുക്ക് എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരാണ് അവതരിപ്പിച്ചത്? അതായത് ആ മുദ്രാവാക്യം ആരുടേതായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. വെരി ഗുഡ്. അദ്ദേഹം നമ്മുടെ ആരായിരുന്നു? പ്രധാനമന്ത്രിയല്ലേ? പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചത്. ഇത് വളരെ പ്രശസ്തമായ ഒരു മുദ്രാവാക്യമായിരുന്നു അല്ലേ? 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് രാജ്യത്തെ സൈനികരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നതിനും അന്നത്തെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് അദ്ദേഹം ഈ മുദ്രാവാക്യം നൽകിയത്.
ആ ഓക്കെ, അപ്പം 3 ചോദ്യങ്ങൾക്കും ഉത്തരം ശരിയാണ്. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആ ദണ്ഡിയ അല്ലെങ്കിൽ ദാണ്ടിയ എന്നും പറയും. ഇത് ഏതു സംസ്ഥാനത്തിലെ പ്രശസ്തമായ നൃത്തരൂപമാണ്? അറിയില്ല. അതിനൊരു ക്ലൂ വേണോ? ആ ഒറ്റ ക്ലൂ തരാം, ഒന്ന് ഗസ് ചെയ്തു വന്നിട്ട്. ആ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഒരു സംസ്ഥാനമാണത്. ഗോവ. ഉത്തരം തെറ്റിട്ടോ. കഴിഞ്ഞു. ഇനി ചാൻസ് ഇല്ല. ഉത്തരം തെറ്റ്. ഗോവയല്ല, ഗുജറാത്താണ് ഉത്തരം. 2ാമത് പറയാൻ വന്നത് ഗുജറാത്ത് ആണോ? ആ ആലോചിച്ചിട്ട് പറഞ്ഞ പോരായിരുന്നോ? ഗുജറാത്ത് സംസ്ഥാനത്തിലെ പരമ്പരാഗത നൃത്തരൂപമാണ് ദണ്ഡിയ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഗർബയ്ക്കൊപ്പം നടത്തുന്ന ദണ്ഡിയ നൃത്തം ഗുജറാത്തിലും അതേപോലെ തന്നെ രാജസ്ഥാനിലും വളരെ ജനപ്രിയമായ ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഉത്തരം തെറ്റിപ്പോയിട്ടോ. കുഴപ്പമില്ലല്ലേ? ഇനിയും 6 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടല്ലേ? അപ്പൊ ബാക്കി എല്ലാത്തിനും ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടോ? അറിയില്ല. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ തെറ്റിക്കണ്ട, ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. കുറച്ച് സമയം തരാം അതിനായിട്ട്. ആരോടും ചോദിക്കൊന്നും വേണ്ട. ഓക്കെ, അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ബീബിക മക്ബറയുമായി ബന്ധപ്പെട്ട മുഗൾ ഭരണാധികാരി ആരാണ്? ആലോചിച്ചിട്ട് ഉത്തരം പറയാ. മുഗൾ ഭരണാധികാരികളുടെ പേരൊക്കെ ഓർമ്മയുണ്ടോ? അതിൽ ഫസ്റ്റത്തെ ആളാരായിരുന്നു? ബാബർ. 2ാമത്തെ ആളാരാ? ഹുമയൂൺ. 3ാമത്തെ ആള്? അക്ബർ. പിന്നെ? ജഹാംഗീർ. പിന്നെ? ഷാജഹാൻ. പിന്നെ? ഔറംഗസീബ്. ഇതിലേതോ ഒരാൾ വരും. ഔറംഗസീബാണോ? ഔറംഗസീബാണ് ഉത്തരം. ശരിയാണ്. അതെങ്ങനെ ഇപ്പൊ ഔറംഗസീബിന്റെ പേര് പറഞ്ഞേ? വെറുതെ ഊഹിച്ചതാ. അപ്പൊ എന്തായാലും ഊഹം ശരിയായിട്ടോ. ബീബിക മക്ബറയുമായി ബന്ധപ്പെട്ട പ്രധാന മുഗൾ ഭരണാധികാരി ഔറംഗസീബാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകം അദ്ദേഹത്തിന്റെ ഭാര്യ ദിൽറാസ് ബാനു ബീഗത്തിന്റെ ഓർമ്മയ്ക്കായി മകൻ അസംഷയാണ് നിർമ്മിച്ചത്. ഓക്കെ, താജ്മഹലിനോടുള്ള സാദൃശ്യം കാരണം ഇതിനെ ദക്ഷിണ താജ്മഹൽ എന്നും വിളിക്കാറുണ്ട്. എന്തായാലും ഗസ് ചെയ്തതാണെങ്കിലും ഉത്തരം ശരിയായിട്ട് വന്നു. ഓക്കെ, വെക്കേഷനൊക്കെ എങ്ങനെയാ സമയം സ്പെൻഡ് ചെയ്യുന്നത്? വെക്കേഷൻ ഇവിടെ കുറെ ആളെ കളിക്കാനുണ്ട്. ഇപ്പൊ മോളിപ്പോ എവിടെയാ ഉള്ളെന്ന് പറഞ്ഞത്? സ്ഥലമല്ല, ആരുടെ വീട്ടിലുള്ളെന്ന് പറഞ്ഞത്? അമ്മയുടെ വീട്ടില്. ഇപ്പൊ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കാണ്. ഇപ്പൊ സാധാരണ ഉണ്ടാവാറുള്ളത് അച്ഛന്റെ വീട്ടിലായിരിക്കില്ലേ? അച്ഛന്റെ വീട് എവിടെയാ? അച്ഛന്റെ വീട് കണ്ണൂരിലെ ഇരിട്ടി. അങ്ങോട്ട്. കണ്ണൂർ തന്നെയാണ്. ഇപ്പൊ പഠിക്കുന്നതൊക്കെ അവിടത്തെ സ്കൂളിലായിരിക്കും അല്ലേ? അപ്പൊ അമ്മയുടെ വീട്ടിലേക്ക് എങ്ങനെ ഇടയ്ക്കൊക്കെ വന്നു പോവോ? എങ്ങനെയാ വരുന്നത്? വെക്കേഷന്റെ സമയത്തും അല്ലാണ്ട് ഇടയ്ക്ക് വരും. അപ്പോ എങ്ങനെയാ കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് എവിടെയാ? അമ്മയുടെ വീട്ടിന്റെ അടുത്താണോ അച്ഛന്റെ വീട്ടിന്റെ ആണോ? എങ്ങനെയാ? അമ്മയുടെ വീട്ടിന്റെ അവിടെ. ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ വെക്കേഷനായിട്ട്? ബുക്ക് വായിക്കും, ഇടയ്ക്ക് ഫോൺ നോക്കും, കളിക്കും. അങ്ങനെ എങ്ങനെയൊക്കെ സമയം പോവാണല്ലേ? വീട്ടു ജോലികളൊക്കെ ചെയ്യാറുണ്ടോ? ഇടയ്ക്ക്. അമ്മേനൊക്കെ സഹായിക്കാറുണ്ട്? തേജുവിന് പിന്നെ വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? അമ്മയുടെ വീട്ടിലാണോ അങ്ങാണോ? അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, ഞാൻ, അനിയൻ, അമ്മൂമ്മ, മേമ. അത്രയും പേരുള്ളൂ. അച്ഛന്റെ വീട്ടിലോ? അവിടെ ഞാൻ, അമ്മ, അനിയൻ, അച്ഛമ്മ, അച്ഛൻ. അത്രയും പേരുള്ളോ? അച്ഛന്റെ വീട്ടിൽ അപ്പൊ അച്ഛൻ അനിയന്മാരോ അനിയത്തിമാരോ അങ്ങനെ ആരുമില്ല? അവര് നമ്മുടെ വീടിന്റെ നേരെ അപ്പുറത്താ. വേറെ വീട് വെച്ച് മാറിയിരിക്കാണല്ലേ? അപ്പൊ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് നിക്കാണ്. പക്ഷെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലേ? പിന്നെ അവിടെ ഇപ്പൊ ചക്കയൊക്കെ കിട്ടാറുണ്ടോ? എങ്ങനെ? ചക്ക ഉണ്ടാവാറുണ്ടോ? ചക്കയുടെ സീസൺ ആയോ? കൊറേ ഉണ്ടോ? എന്നാ പിന്നെ ഇങ്ങോട്ട് കൊടുത്തയക്കോ? ഇവിടെയൊക്കെ കാണാറുണ്ട്, ഇവിടെ ഷോപ്പിലൊക്കെ ഇപ്പൊ വരാറുണ്ട് അവിടെ നിന്ന്. അപ്പൊ അതിന്റെ സീസണൊക്കെ ആയോന്ന് ചോദിച്ചതാ. ചക്കേനേക്കാൾ കൂടുതൽ ഇപ്പൊ ഇവിടെ മാങ്ങയാ. മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടോ? ശരിക്കും നിങ്ങക്ക് നല്ല രസമല്ലേ അല്ലേ? ഇഷ്ടമുള്ള അത്രയും കഴിക്കാലോ മാങ്ങയൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ മാങ്ങ കിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാട്ടോ ഫ്രൂട്ട്സ് ഒക്കെ. മാങ്ങ, ചക്ക എല്ലാം ഇഷ്ടമാണ്. എങ്ങനെയാ മാവിലൊക്കെ കേറോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അനിയൻ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? അനിയന് 3 വയസ്സായതേ ഉള്ളൂ. 3 വയസ്സേ ആയിട്ടുള്ളോ? ഓക്കെ, അപ്പൊ കുഞ്ഞാണല്ലേ? അവിടെ തന്നെ ഉണ്ടോ ആള്? ഇവിടെ ഉണ്ട്, പക്ഷെ ഉറങ്ങുന്ന. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 6ാമത്തെ ചോദ്യം നമ്മളെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദിക്കട്ടെ? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത്?
ലക്ഷദ്വീപിലെ വലിയ ദ്വീപാണ്. വലിയ ദ്വീപ്. ആ, ദ്വീപുകളുടെ പേരൊക്കെ അറിയോ? ഇല്ല, ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് എനിക്കത് അറിയില്ല അധികം. മീമയോട് ചോദിച്ചു നോക്കേ. ആന്ധ്ര തായ്ലൻഡ് ആണോ? ആന്ധ്ര തായ്ലൻഡ് ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ആരാ പറഞ്ഞേ? മേമ. കണ്ടോ മീമ അപ്പൊ ആകാശവാണി കവരത്തി നിലയം കേൾക്കുന്നത് കൊണ്ട് ലക്ഷദ്വീപിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയാലേ, പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാട്ടോ. മീമയോട് ചോദിച്ചാൽ മതി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? ജനവാസമുള്ള ദ്വീപുകൾ എത്രയാണ്? മൊത്തം എത്ര ദ്വീപുകളുണ്ട്? ഏറ്റവും വലുതേത്, ചെറുതേത്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏതാണ്? ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ദ്വീപ് ഏതാണ്? ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മീമയോട് ചോദിച്ച് പഠിച്ചു വെക്കാട്ടോ. ആ. ഇപ്പൊ 6 ചോദ്യങ്ങൾ ചോദിച്ചതിൽ തേജുവിന് 5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഈ സമ്മാനം കിട്ടി. നമ്മുടെ സമ്മാനം എന്താന്നുള്ളത് അറിയോ? എന്താ പറ? പച്ചക്കറി ഇട്ടല്ലേ? പച്ചക്കറി വിത്തുകൾ ഉണ്ടാവും, ചിലപ്പോ പഴവർഗ്ഗ തൈകൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഗ്രോ ബാഗ്സ് ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുക. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കോ? ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ആരാ അത് നോക്കി നടത്തല്? അച്ഛമ്മയും അച്ഛനും. അച്ഛമ്മയും അച്ഛനും ആണ് നോക്കുന്നല്ലേ? ഓക്കെ. ഇപ്പൊ എന്തൊക്കെയാ അവിടെ ഉള്ളത് കൃഷി? തക്കാളി, വഴുതന, പച്ചമുളക്, വെള്ളരിക്ക, കോവക്ക, നെല്ല് എല്ലാം ഉണ്ട്. ഓ, എല്ലാം ഉണ്ട്. അങ്ങനെ ഷോപ്പിലേക്ക് എങ്ങനെ കൊടുക്കുവോ, അല്ല നിങ്ങൾക്ക് ഉള്ളത് മാത്രമാണോ ഉണ്ടാക്കുന്നത്? അല്ല, അധികം ഉണ്ടെങ്കിൽ കൊടുക്കും. ആഹാ. അപ്പൊ എങ്ങനെ തേജുവിന് ഇതിൽ താല്പര്യമൊന്നുമില്ല? ഇല്ല, ഞാൻ വെള്ളം നനക്കാനെല്ലാം പോകും. എന്നാലും കൂടുതലും നോക്കുന്നത് അച്ഛനും അച്ഛമ്മയാണല്ലേ? അപ്പൊ നമുക്ക് സമ്മാനം അവർക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ദി സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മഹാത്മാഗാന്ധി. ഉത്തരം ശരിയാണ്. അപ്പൊ എന്തായാലും ചോദിച്ചപ്പോൾ തന്നെ ഉത്തരം വന്നു അല്ലേ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും സത്യാന്വേഷണങ്ങളുമാണ് ഇതിൽ വിവരിക്കുന്നത്. എങ്ങനെയാ, മോളെ വായിച്ചിട്ടുണ്ടോ ബുക്ക്? ഇഷ്ടായോ ബുക്ക്? തേജു ഇപ്പൊ അതേപോലെ വെക്കേഷനിൽ കൂടുതലും പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതുതരം പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്? ഞാൻ എല്ലാം വായിക്കലുണ്ട്. ഇപ്പൊ വെക്കേഷനിൽ ഏതെങ്കിലും ബുക്ക് വായിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഏത് ബുക്കാ? മരതകമലയിലെ സ്വർണ്ണമയിൽ. ആരാ എഴുതിയിരിക്കുന്നത്? അത് എഴുതി എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ കൊറേ എണ്ണം വായിച്ചു, 30 എണ്ണം അങ്ങനെ വായിച്ചു. ഇപ്പൊ തന്നെ 30 പുസ്തകങ്ങൾ വായിച്ചോ? ആഹാ. അപ്പൊ ഇങ്ങനെ പുസ്തകത്തിന് വൻ ശേഖരം ഉണ്ടോ അവിടെ വീട്ടില്? കൊറേ ഉണ്ട്. കൊറേ ഉണ്ട്. ആരാ അവിടെ വായിക്കുന്നത്? വേറെ ആരൊക്കെയാ വായിക്കാറുണ്ട്? അമ്മ വായിക്കും. അങ്ങനെ അപ്പൊ മോളും വായിക്കാറുണ്ട് അല്ലേ? നല്ല കേട്ടോ വായന തുടരാം. ഫോണും കൊണ്ടിരിക്കണ്ട കേട്ടോ. അങ്ങനെ അധിക സമയം ഫോണാണോ ഉപയോഗിക്കല്? അല്ല, പുസ്തകങ്ങൾ വായിക്കും അല്ലേ? നല്ല കുട്ടിയാണ് കേട്ടോ. നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതായത് ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. സാഞ്ചി സ്തൂപം നമ്മുടെ ഏതോ ഒരു നോട്ടില്, നമ്മുടെ കറൻസിയിൽ വന്നിട്ടുണ്ടല്ലോ. അത് ഏത് കറൻസി ഏതാന്നറിയോ? 200 കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 500 ഏതാ ഉള്ളത്? ചെങ്കോട്ട. വെരി ഗുഡ്. 50 ഏതാ? 50 ഹംപിയാണ് കേട്ടോ. ഓക്കെ. നമ്മള് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഭൗമദിനം ആചരിക്കുന്നത് ഏതു ദിവസമാണ്? ഏപ്രിൽ 22. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി 1970 ഏപ്രിൽ 22 ആദ്യമായി ഈ ദിനം ആചരിച്ചത്. ഇന്ത്യ ഉൾപ്പെടെ 195-ലധികം രാജ്യങ്ങൾ ഈ ദിനം ആചരിച്ചു വരുന്നു. ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആളുകളെ ഓർമ്മിപ്പിക്കാനും പരിസ്ഥിതി സൗഹൃദപരമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിനം പ്രധാനമായും ഉപയോഗിക്കുന്നത്. അവസാനത്തെ ചോദ്യമാണ്. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച വർഷം? ചോദ്യം മനസ്സിലായോ? ഇന്ത്യ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചതാണോ? Which year did India celebrate its first Republic Day? 1950. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. സ്വാതന്ത്ര്യം നേടിയത് 1950-നാണോ? അല്ല. സ്വാതന്ത്ര്യം നേടിയത് ഏത് വർഷമാണ്? 47. പിന്നെ എങ്ങനെ 50 റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചത്? ഭരണഘടന എഴുതിയിട്ട്. വെരി ഗുഡ്.
ശരിയാണ്, പറഞ്ഞോ പറഞ്ഞോ. ഭരണഘടന എഴുതി കംപ്ലീറ്റ് ആക്കിയത് 1950 ജനുവരി 26-നായോണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും സ്വന്തമായ ഒരു ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 മുതലാണ് അല്ലേ? ഇതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിച്ചു തുടങ്ങിയത്. ഇത് ആദ്യമായിട്ട് ആഘോഷിച്ചത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ തേജുവേ, നമ്മളിപ്പോ 10 ചോദ്യങ്ങളും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതിൽ എത്ര എണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി? 9 1 മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ. അപ്പോൾ തേജു നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ കാർത്തികേച്ചി ഉണ്ടോ അടുത്ത്? ഒന്ന് കൊടുക്കോ കാർത്തികേച്ചിക്ക്. ഹലോ ഹലോ. കാർത്തികേച്ചി, എന്താണ്, സുഖമായിട്ടിരിക്കുന്നോ? സുഖാണ്, സന്തോഷായി. സന്തോഷായില്ലേ? എന്താ കാർത്തികേച്ചി പറഞ്ഞിട്ടാണ് ഇപ്പൊ തേജു വിളിച്ചിരിക്കുന്നത്. അതെ അതെ, ഞാൻ എല്ലാ ആഴ്ചയും ഫോണിന്ന് ലൈവിൽ കേൾക്കാറുണ്ട്. എങ്ങനെയാ നമ്മുടെ പരിപാടികൾ കേൾക്കാറ്? റെക്കോർഡ് ചെയ്ത പരിപാടികളാണോ കേൾക്കാറ്? ഞാൻ ഫോണിൽ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടാവില്ലേ, അപ്പൊ തന്നെ കേൾക്കൂ. ഓക്കെ. എങ്ങനെ ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണോ കേൾക്കാറ്? അതെ, ആപ്പ് വഴിയാണ്. ഇതെനിക്ക് വേറൊരാള് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത്. മലപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാന്ന് തന്നെ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ കുറെ കാലമായി പറയുന്നു പങ്കെടുക്കണമെന്ന്. പിന്നെ സ്കൂൾ കൂട്ടിയിട്ട് പങ്കെടുക്കാന്ന് പറഞ്ഞിട്ട് അതുവരെ സമയം ഉണ്ടാവില്ല. നല്ല തിരക്കൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ സ്കൂളുള്ള ടൈമില്? ഇപ്പൊ കുറച്ച് ദിവസമായി എന്റെ വീട്ടിലേക്ക് വന്നിട്ട്. അപ്പൊ എന്തായാലും സന്തോഷായില്ലേ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതില്? സന്തോഷായി. തേജു നല്ല മിടുക്കിയാണ് കേട്ടോ, 9 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് മറ്റേതെന്തോ തെറ്റിപ്പോയി പെട്ടെന്നായോണ്ട്. എന്തായാലും 1 മാർക്ക് പക്ഷേ കാർത്തികേച്ചിക്ക് അവകാശപ്പെട്ടതാണല്ലോ. അതെയോ? നമ്മുടെ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാന്നുള്ളതിന് ഉത്തരം കാർത്തികേച്ചിയല്ലേ പറഞ്ഞു കൊടുത്തത്? അതെ അതെ. എങ്ങനെയാ നമ്മുടെ ദ്വീപിനെ കുറിച്ചൊക്കെ അറിയോ? ഞാനൊന്നും അറിയില്ല, കുറച്ചൊക്കെ. ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നോണ്ട് ഒരു ചെറിയൊരു അറിവ് അത്രേ ഉള്ളൂ. അതൊരു ചെറിയൊരു അറിവല്ല, വലിയൊരു അറിവാണ്. നമ്മള് റേഡിയോ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടാറുണ്ട് അല്ലേ? ഒരുപാട് അറിവ് കിട്ടും. എല്ലാ അറിവും ഓർമ്മയില്ലെങ്കിലും കുറച്ചെല്ലാം നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കും. തേച്ചിന്റെ ഫോൺ കൊടുത്തോളൂ. ഹലോ. അപ്പൊ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല മിടുക്കിയാണ്. ഇപ്പൊ തന്നെ 30 പുസ്തകങ്ങൾ വായിച്ചു അല്ലേ? അപ്പൊ ഇനിയും വായിക്കാട്ടോ. 2 മാസമാണ് വെക്കേഷൻ. അപ്പൊ നല്ല വായന തുടരാം. ഓക്കെ, സ്വന്തമായിട്ടൊക്കെ എഴുതാറുണ്ടോ? അങ്ങനെ എഴുതലൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്യട്ടോ. എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പൊ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് എഴുതി നോക്കുക, സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. നന്നായിട്ട് വായിക്കുന്ന ആളായത് കൊണ്ടൊന്ന് എഴുതാനും പറ്റും. അപ്പൊ എന്തായാലും പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം. തുടർന്നും നമ്മുടെ പരിപാടികൾ കേൾക്കാട്ടോ. വിളിക്കാട്ടോ. ഓക്കെ, ശരി എന്നാ, ബൈ. താങ്ക് യു. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.